നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ഒരു കഥ പറയുന്നത് പോലെ നരേറ്റ് ചെയ്തുകൊണ്ടാണ് ശ്രീനാഥ് ബാസി സിനിമയായിട്ടുള്ള പൊങ്കാല മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന കഥയിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള സാഹിത്യമൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ സംവിധായകനോട് ഇതിനു മുന്നേ ഇങ്ങനെയൊക്കെ മലയാളത്തിൽ കേട്ടത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. സാഹിത്യകാരനല്ല എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ പാർട്ടിക്കാരൻ എഴുതുന്നത് മൗനത്തിന്റെ മഞ്ഞുപാളിയിലൂടെ ആയിരുന്നു ആ കഥകൾ ഞങ്ങളിലേക്ക് എത്തിയത് എന്നൊക്കെയാണ്. ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ ആവുക എന്നതൊക്കെയാണ് പൊങ്കാല എന്ന സിനിമയുടെ ആഗ്രഹം. പക്ഷേ അതിന് കഥ എങ്ങനെ പ്ലേസ് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ പറ്റിയൊന്നും തിരക്കഥയ്ക്ക് വലിയ ധാരണയില്ല. പല സിനിമകളിൽ കണ്ടുമടുത്തിട്ടുള്ള ക്ലീഷേ സീനുകളുടെ ഒരു കുത്തൊഴുക്കായിട്ടാണ് ഈ പടം മാറുന്നത്. നമ്മുടെ നായക കഥാപാത്രത്തിന്റെ പേര് അബി എന്നാണ്. ചെറുപ്പത്തിലെ അച്ഛൻ കാണാതായി സ്വന്തം കുടുംബത്തിന്റെ ബാധ്യത തലയിൽ വന്ന ആളാണ് അബി. അങ്ങനെ വളർന്നു വലുതായപ്പോൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നാട്ടിലെ ഹാർബറിലെ മെയിൻ ആളായിട്ടുള്ള വ്യക്തിയുടെ വലങ്കയായിട്ട് അബി മാറുകയാണ്. ആ ഒരു ഗ്യാങ്ങിനുള്ളിൽ വരുന്ന അസ്വാരസ്യങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും ഒക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. കുറെ സ്ലോ മോഷൻ ഷോട്ടുകൾ വേണം, ഗ്യാങ്സ്റ്റർമാരായിരിക്കണം കഥാപാത്രങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ഒക്കെ വേണം. അങ്ങനെ കുറെ ആഗ്രഹം ഇതിന്റെ രചയിതാവും സംവിധായകനുമായിട്ടുള്ള ബിനിലിന് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം പഴഞ്ചനാണ്. ബാബുരാജ് അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രം വിധവയായ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെലവിന് കൊടുക്കാനൊക്കെ നോക്കുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട്. ആ സ്ത്രീയുടെ അമ്മയ്ക്ക് കൈമടക്ക് കൊടുത്തിട്ടാണ് അയാൾ അത് സാധിക്കുന്നത്. ഇതുപോലെ ഏതാണ്ട് 90കളിൽ വെച്ച് മലയാള സിനിമ ഗുഡ് ബൈ പറഞ്ഞ പല തീമുകളും ഐഡിയകളും ഈ സിനിമയിലൂടെ വീണ്ടും വരുന്നുണ്ട്. പടത്തിന്റെ ഒന്നാം പകുതിയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത കുറെ ഫൈറ്റും റൊമാൻസും മാത്രമാണ്. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും കഥയ്ക്ക് ഒരു സ്ട്രക്ചർ വരുന്നത്. തന്റെ നാടിനെ ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആക്കാനുള്ള അബിയുടെ ശ്രമം ലോകേഷ് കനകരാജ് അറിയാതെ നടക്കുന്ന ഒരു LCU സ്പിൻ ഓഫ് ആയിട്ട് ഈ പടത്തെ മാറ്റുന്നുണ്ട്. വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ പടത്തിലെ ഡയലോഗുകൾ പലപ്പോഴും നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കും. തുടക്കത്തിലെ ഒരു സീനിൽ ഒരു ഗുണ്ട പറയുന്നത് നാളത്തെ സൂര്യോദയം അവൻ കാണില്ല എന്നൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് ChatGPT-യോട് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറഞ്ഞാൽ പോലും അതുപോലും ഈ സൈസ് ഡയലോഗ് എഴുതില്ല. വളരെ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്ത ഹനാൻ ഷാ പാടിയ പാട്ടൊന്നും പടത്തിന് യാതൊരു ആവശ്യവുമില്ല. വയലന്റ് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് പടം വരുന്നത്. എന്നിട്ട് ആക്ഷൻ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം പരിതാപകരമായ രീതിയിലാണ്. സേഫ്റ്റിക്ക് വേണ്ടി നിലത്ത് വിരിക്കുന്ന ടാർപോളിൻ ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള ആത്മാർത്ഥത പോലും ഇത് ഉണ്ടാക്കിയവർക്കില്ല. ചില സ്ഥലത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിങ് ഓഫ് കൊത്തയിലെ ടീസർ തീം പോലെ ഉണ്ടായിരുന്നു. ഈ പടത്തിന്റെ ട്രെയിലറിൽ ശ്രീനാഥ് ബാസി 2.0 എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടുള്ള കഥാപാത്രവും അത് ബാസി പെർഫോം ചെയ്തിട്ടുള്ള രീതിയും കാണുമ്പോൾ പ്രത്യേകിച്ചൊരു 2.0 ഒന്നും കാണുന്നവർക്ക് തോന്നില്ല. ബാബുരാജാണ് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കോമഡിയായി പോകുന്ന കുറെ മാസ് ഡയലോഗുകൾ കൂടിയ പങ്കും കിട്ടിയിട്ടുള്ളത് പുള്ളിക്കാണ്. തമിഴ് നടനായിട്ടുള്ള സമ്പത്ത് റാം ടോറസ് എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളവർ തന്നെ ഡോൺ എന്ന് വിളിക്കണമെന്ന് മാസായിട്ട് പറയുന്ന ആ ക്യാരക്ടർ ഒന്നാം തരം കോമഡിയാണ്. അവർ കോമഡിയായിട്ട് ഉദ്ദേശിച്ച ക്യാരക്ടർ അല്ല ഇത്. ഇതിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് യാമി സോനയാണ്. നായകനോട് പ്രേമം തോന്നാനുള്ള ഈ നായികയുടെ റീസണൊക്കെ കേട്ട് കഴിഞ്ഞാൽ തലയ്ക്ക് കൈവച്ചു പോകും. നായകന്റെ ഒരു സുഹൃത്തായിട്ട് വന്നിട്ടുള്ളത് സൂര്യകൃഷ്ണ എന്ന നടനാണ്. ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ട് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വീണ്ടും ഒരു ഗ്യാങ് മെമ്പർ കഥാപാത്രത്തെയാണ് മുരുകൻ മാർട്ടിന് കിട്ടിയിട്ടുള്ളത്. ആക്ടർ സാദിഖ് അവതരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ തന്റെ ഡയറി എഴുതുന്ന രീതിയിലാണ് ഈ സിനിമ നമുക്ക് അവർ നരേറ്റ് ചെയ്തു തരുന്നത്. കേട്ടുപഴകിയ ഈ സാധനം ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി കഥയുടെ അവസാനം സാദിഖ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എഴുതുന്നുണ്ട് അബി ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ നേരിട്ട ആളാണെന്ന്. തങ്ങളുടെ ക്രിയാത്മക ദാരിദ്ര്യം മറച്ചുവെക്കാൻ വേണ്ടി ബോളിവുഡിലുള്ളവർ ഇപ്പോൾ പുട്ടിന് പീര പോലെ ദേശസ്നേഹം കയറ്റുന്നത് പോലെ കേരളത്തിൽ കാര്യങ്ങളൊന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സിൽ ഒരു ലാൽ സലാമും അത് കഴിഞ്ഞ് ചെഗുവേരയുടെയും AKGയുടെയും ഫോട്ടോയും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങേയറ്റം വിരസമായ രീതിയിൽ അവസാനത്തെ അരമണിക്കൂർ ഫൈറ്റ് കാണിച്ച് ഓഡിയൻസിനെ ദ്രോഹിച്ചതിന് ശേഷം കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് സ്ക്രീനിൽ എഴുതി വെച്ചപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്